വിസ്മയ മോഹൻലാലിന്റെ തുടക്കം ഗംഭീരമാണ്. ഇതാണ് ഇന്ന് സോഷ്യൽ മീഡിയ തിരയുന്നത്. സിനിമ അനൗൺസ് ചെയ്യപ്പെട്ടത് തന്നെ മോഹൻലാലിന്റെ മകൾ വിസ്മയയുടെ ആദ്യ ചിത്രം എന്ന ലേബലിലാണ്. മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ താരരാജാവിന്റെ മകൾ എന്ന നിലയിൽ ആ സ്വീകാര്യത ഉറപ്പായും അവർക്ക് ലഭിക്കും. എന്നാൽ പിന്നീട് വിവാദങ്ങളായിരുന്നു വിസ്മയുടെ കൂടെ കൂടിയത്. CJP നയിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അനുകൂലിച്ചതിന്റെ പേരിൽ സൈബർ ആക്രമണം. ആ നിലപാടിൽ പിന്നീട് ഉറച്ചു നിന്നപ്പോഴും അത് തുടർന്നു. പിന്നീട് തുടക്കത്തിന്റെ തന്നെ പ്രമോഷൻ പ്രോഗ്രാമുകളിലും ഇന്റർവ്യൂകളിലും അവരുടെ മാനറിസംസും ബോഡി ലാംഗ്വേജും സിനിമ ഇറങ്ങുന്നതുവരെ പോലും കാത്തുനിൽക്കാതെ അവർ ഇതൊക്കെ വെച്ച് എങ്ങനെ അഭിനയിക്കാനെന്ന് ചിലർ വിധിയെഴുതി. എന്നാൽ ഓഗസ്റ്റ് 7 ശരിക്കും വിസ്മയുടെ മലയാള സിനിമയിലേക്കുള്ള തുടക്കമാണെന്ന് ഒരു ദിവസം കൊണ്ടുതന്നെ അവർ പ്രേക്ഷകരെ കൊണ്ട് പറയിപ്പിച്ചു. മോഹൻലാലിന്റെ മകൾ എന്ന പ്രിവിലേജ് തീർച്ചയായും വിസ്മയക്കുണ്ട്. തുടക്കത്തിന്റെ ക്രൂ ഉൾപ്പെടെ വിസ്മയയ്ക്ക് ഒരു കംഫർട്ട് സോണാണ്. എന്നിരുന്നാലും അഭിനയത്തിൽ താനത്ര മോശക്കാരിയല്ലെന്ന് അവർ അടയാളപ്പെടുത്തുന്നുണ്ട് തുടക്കത്തിലൂടെ. മാർഷ്യൽ ആർട്സ് പഠിച്ച വ്യക്തി എന്ന നിലയിൽ തന്നെ ആക്ഷൻ രംഗങ്ങളെ അവർ വൃത്തിയായി കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. മുൻവിധിയോടെയുള്ള നെഗറ്റീവ്സ് വിസ്മയക്കെതിരെ വന്നതുകൊണ്ട് തന്നെയാണ് ആ കഴിവിപ്പോൾ കൂടുതൽ തിളങ്ങുന്നത്. ഒരുപക്ഷെ ആ നെഗറ്റീവ്സ് ഉള്ളതുകൊണ്ടുകൂടിയാണ് ഇന്നവരുടെ സിനിമ ഇത്ര ചർച്ചയാകുന്നതും. ഒരു നല്ല സിനിമ എന്നതു തന്നെയാണ് ആദ്യ ഷോകൾ കഴിയുമ്പോൾ തുടക്കത്തെ പറ്റി വരുന്ന റിവ്യൂസ്. സംവിധായകനായ ജൂഡ് ഇതൊരു സാധാരണ സിനിമയാണെന്ന് റിലീസിന് മുൻപ് പറഞ്ഞിരുന്നു. അത് ശരിയാണ്. എന്നിരുന്നാലും പ്രേക്ഷകരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന മൊമെന്റ്സ് കൊണ്ടൊക്കെ തുടക്കം വേറിട്ട് നിൽക്കുകയും ചെയ്യും. തുടക്കത്തിൽ എടുത്തു പറയേണ്ട കാസ്റ്റിംഗ് ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ജോ ആന്റണിയുടേതാണെന്ന് പറയാം. എമ്പുരാനിൽ ആശിഷ് വന്നു പോകുന്നുണ്ടെങ്കിലും ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് ഈ സിനിമയിലാണ്. വലിയ ഡയലോഗുകൾ ഇല്ലാതെ തന്നെ അയാൾ ആ സിനിമയിൽ ഭാവങ്ങളിലൂടെ കത്തിക്കയറുന്നുണ്ട്. ജൂഡ് ആന്റണി ജോസഫിന്റെ സംവിധാനത്തിൽ വിസ്മയയും ആശിഷും അവരുടെ ടാലന്റ് പുറത്തെടുക്കുന്നു. ഇരുവരുടെയും തുടക്കം മാത്രമാണിത്. മലയാള സിനിമയിൽ നെപ്പോ കിഡുകൾ ഒരു പുത്തരിയൊന്നുമല്ല. ഇന്ന് അരങ്ങുവാഴുന്നവരിൽ പലരും നെപ്പോ കിഡുകൾ തന്നെയാണ്. പക്ഷെ സിനിമയിലേക്ക് എൻട്രി നടത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്വന്തം കഴിവ് തെളിയിച്ചു തന്നെയാണ് മലയാള സിനിമയിൽ അവർ നിൽക്കേണ്ടത്. അങ്ങനെ മാത്രമേ പ്രേക്ഷകർ ഒരു സിനിമയ്ക്കപ്പുറം അവരെ സ്വീകരിക്കുകയുള്ളൂ. അഭിനയത്തിൽ ഇനിയും ഒരുപാട് ഉയരങ്ങൾ താണ്ടേണ്ടവരാണ് വിസ്മയയും ആശിഷും. അവർക്കിത് നല്ല തുടക്കമാണ്.